ജാമ്യം നിഷേധിക്കപ്പെട്ട് കെ.എം. ഷാജഹാനെ ഇപ്പോഴും കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് തന്നെ ഭയപ്പെടുത്തുന്നുവെന്ന് കെ.എം. ഷാജഹാന്റെ അമ്മ എൽ. തങ്കമ്മ. വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ തന്റെ മകൻ ജനങ്ങളുടെ വിഷയങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച തന്റെ മകൻ ഒരു ഗൂഢാലോചനയുമായല്ല ഡിജിപി ഓഫീസിന് മുന്നിലെത്തിയതെന്നും ഷാജഹാന്റെ അമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നടപടികളെ ചോദ്യം ചെയ്തതിലുള്ള വിരോധം തീർക്കുകയാണ്. തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന വ്യക്തിയുമായി ഷാജഹാന് ബന്ധമില്ല. ഇതുവരെ ഒരു ക്രിമിനൽ കേസിലും പെടാത്ത വ്യക്തിയാണ് ഷാജഹാൻ. ലാവ്ലിൻ കേസിന്റെ വിരോധം തീർക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തന്റെ മകനെ ജാമ്യം നിഷേധിച്ച് പോലീസ് കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നതെന്നും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഷാജഹാനെ കാണാനെത്തിയ തങ്കമ്മ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന എന്റെ മകനെ തീർത്തും ക്രിമിനൽ കുറ്റവാളിയായിട്ടുള്ള ഏതോ ഒരു സ്വാമി എന്ന് പറഞ്ഞ ആളുടെ പേരിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് അതുപോലുള്ളൊരു കുറ്റവാളിയാണെന്ന് ചിത്രീകരിച്ച് അവനെ ദുരുദ്ദേശത്തോടുകൂടി കുറ്റവാളിയാക്കി ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. അതൊരു കാര്യം എടുത്തു പറയണം, ലാവ്ലിൻ കേസിൽ അവൻ്റെ പ്രവർത്തനത്തിന് അതിനുള്ള ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ഒരു വിരോധം തീർക്കാൻ വേണ്ടി ഉള്ള അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ് തങ്ങളുടേത്. സജീവമായി ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്ന വ്യക്തി കൂടിയാണ് ഷാജഹാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഗൂഢാലോചനയുമായി ഡിജിപി ഓഫീസിന് മുന്നിലെത്തി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഷാജഹാന്റെ അമ്മ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജിഷ്ണുവിന്റെ അമ്മ മഹിജയും ബന്ധുക്കളും ഡിജിപി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ അവർക്കിടയിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് കെ.എം. ഷാജഹാൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.